ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഒരു ഉഷാറായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് നമ്മളെ പിള്ളേർ വരുക ഗൾഫിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയും അനിയത്തിയൊക്കെ അങ്ങ് അമ്മമ്മേൻ്റെ വീട്ടിൽ പോയിട്ടായിരുന്നുള്ളത്. ഞാനും അച്ഛനും ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അപ്പോൾ രാവിലെ വേഗം എഴുന്നേറ്റ് ഫുഡൊക്കെ ആക്കി ഏട്ടന് പോകണമായിരുന്നു ഓഫീസിലേക്ക്. ഞാൻ കരുതി വേഗം ഭക്ഷണമൊക്കെ ആക്കി വെക്കാമെന്ന് എഴുതി. അപ്പം അച്ഛൻ രാവിലെ എഴുന്നേറ്റാൽ ഒരു കാലിച്ചായ കുടിക്കും. അച്ഛൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വേഗം ചായയുടെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കരുതി വേഗം പല്ലൊക്കെ തേക്കാം, അപ്പോഴത്തേക്ക് അച്ഛൻ എണീക്കുമല്ലോ. എന്നിട്ട് വേഗം വേറെ ഒന്നും ചെയ്യാനില്ല, രാവിലത്തെ ഭക്ഷണം മാത്രമേ ആക്കണ്ടൂ. അപ്പോൾ തലേന്നത്തെ ഇഡ്ലിക്കൂട്ട് ബാക്കിയുണ്ട്, അപ്പോൾ അത് വെച്ച് ദോശയാക്കാം, ഒരു മുട്ട പുളിസയാക്കി കൊടുക്കാമെന്നൊക്കെ കരുതി അങ്ങനെ ചെയ്തു. അപ്പോഴത്തേക്ക് അച്ഛൻ എണീച്ചു. ഇപ്പോൾ ഇതാണ് പുറത്തുള്ള അവസ്ഥ. വിളിച്ചൊന്നും വന്നിട്ടില്ല. 6 മണിയായി, പക്ഷേ വിളിച്ചൊന്നും വന്നിട്ടില്ല. അച്ഛനപ്പം നടക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അച്ഛനെ കാണാം. അങ്ങനെ ഞാൻ പിന്നെ ഈ അടുക്കളയിലേക്ക് വന്നു. പല്ല് തേപ്പ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. ഫസ്റ്റ് വെള്ളം കുടിച്ചിട്ട് മാത്രമേ വേറെ എന്തെങ്കിലും കഴിക്കാനൊന്നും പറ്റുള്ളൂ. ഞാൻ വേഗം വെള്ളവും കുടിച്ച് ഇഡ്ലിക്കൂട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്ത് വെച്ചു, പാലും എടുത്ത് വെച്ചു. ഫസ്റ്റ് ചായ വെക്കാനായിട്ട് അച്ഛന് ചായ കൊടുക്കണമല്ലോ. നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് പാലൊക്കെ പശുവും പാൽ തന്നെ ഉപയോഗിക്കാറുള്ളത്. ആവശ്യത്തിന് ടിപ്പിയിലെടുത്ത് വെച്ചിട്ട് ടിപ്പിയിലെ കൊണ്ടുവരാം. അങ്ങനെ ആവശ്യത്തിന് വേണ്ടുന്ന സമയത്ത് എടുത്ത് ചൂടാക്കുക, അല്ലാണ്ട് ഫുള്ളായിട്ട് ചൂടാക്കി വെക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. ആവശ്യത്തിന് എടുക്കുമ്പോൾ മാത്രം അവിടെ നിന്ന് എടുത്ത് ചൂടാക്കി അത് ബാക്കി ഇപ്പം പാല് മോക്ക് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചായ വെക്കാനാണെങ്കിൽ അങ്ങനെ, ആ രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോഴത്തേക്ക് അച്ഛൻ ഞാൻ വേഗം പോയിട്ട് പല്ലൊക്കെ തേച്ച് നടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പല്ലൊക്കെ തേച്ച് പേപ്പറും കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ പെട്ടെന്നാക്കിയിട്ട് ഒരു ഗ്ലാസ് ചായ ഫസ്റ്റ് കുടിക്കും. അച്ഛൻ കാലി ചായ കുടിക്കും. അപ്പോൾ അത് കൊണ്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് അച്ഛന് എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയി നോക്കിയതാണ്. അപ്പം നോക്കുമ്പോൾ അച്ഛൻ പേപ്പർ വായിക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ വെളിച്ചമൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ വേഗം പോയി ചായ സെറ്റാക്കി അച്ഛനെ കൊണ്ട് കൊടുത്തു. അച്ഛനോട് ഇരുന്ന് കുടിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ കരുതി ദോശ പിന്നെ ചൂടോടെ കഴിച്ചാലേ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏട്ടൻ്റെ ഷർട്ട് ഉണ്ട്, അതൊക്കെ തേച്ച് വെച്ച് സെറ്റാകുമ്പോഴത്തേക്ക് അച്ഛനും എഴുന്നേക്കും, പിന്നെ ഏട്ടനും എഴുന്നേക്കും. അപ്പോഴത്തേക്ക് അവർക്ക് വേഗം ചൂടോടെ ചുട്ട് കൊടുക്കാമല്ലോ. തേക്കുന്നതിനിടയിൽ കാണാം മോളെ എണീച്ച്. അപ്പോൾ അവിടെ വേഗം പോയി ഓളെ എടുത്തു. എഴുന്നേറ്റ് അവിടെ നോക്കി ഇച്ചിരി തിണിക്കളിയുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് പാവമെന്നെല്ലാം പറഞ്ഞ് ഓളെന്നെ എന്നെ ഓർക്കുന്ന പോലെയൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് ചാരി ഇങ്ങനെ കിടന്ന് കളിക്കും. പിന്നെ കൊണ്ടുപോയി മുഖമെല്ലാം കഴുകിച്ച് പുറത്തൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി മുഖമെല്ലാം കഴിക്കായിരുന്നു. ആ സമയത്ത് ഓള് പതിവില്ലാണ്ട് ക്യാമറ കണ്ടപ്പോൾ അതിലൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു മുഖമൊക്കെ കഴുകിച്ച് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛനും മോളും കൂടെ അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വേഗം പോയി ദോശ അങ്ങ് ചൂടാന്ന് കരുതി. കാരണം അച്ഛന് കഴിച്ചിട്ട് പോകാനുള്ള സമയമായി. അപ്പോൾ അച്ഛനുള്ള ദോശ വേഗം ദോശക്കല്ലൊക്കെ വെച്ച് വേഗം അച്ഛനുള്ള ദോശ വേഗം ചൂടാൻ നോക്കി. അച്ഛനും ഏട്ടനും പോയതിന് ശേഷമാണ് ഓള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എനിക്ക് മാറ്റി റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട്. വല്യമ്മേൻ്റെ മോൻ വരുന്നു മറ്റുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്കൊന്ന് ഏട്ടൻ കഴിക്കുമ്പോൾ തന്നെ ഞാനും പിന്നെ ദോശ കഴിക്കും. നമ്മളൊരുമിച്ച് കഴിച്ച് അങ്ങനെ പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഓളെ കുളിപ്പിക്കൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വെച്ച് വേഗം ഫസ്റ്റ് അച്ഛനും കൊടുത്തേക്കാന്ന് എഴുതി. ദോശയാണെങ്കിൽ ചെറിയൊരു പണി തരുന്നുണ്ടായിരുന്നു, കുറച്ച് കല്ലിന് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നല്ല സാധാരണത്തിൽ ചുട്ടങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് എഴുതി. നല്ല വീഡിയോ എടുക്കുമ്പോൾ നല്ല കറക്റ്റ് വട്ടത്തിൽ വൃത്തിക്ക് കിട്ടുകയൊക്കെ ചെയ്തു. അല്ലേ പൊതുവേ വളഞ്ഞൊക്കെ പോകാറുണ്ട്, കുറച്ച് വൃത്തിക്ക് കിട്ടി. അപ്പോഴത്തേക്ക് ഏട്ടൻ എണീച്ചപ്പോൾ പിന്നെ അച്ഛൻ എന്തൊക്കെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി ഏട്ടൻ്റെ കൊടുത്തിട്ട് അച്ഛനങ്ങ് മാറി. അച്ഛൻ ഡ്രസ്സൊക്കെ മാറ്റാൻ പോയി. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്നു. ഏട്ടൻ പറഞ്ഞു ഞാൻ ദോശ ചുട്ടുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ചൂട് ഞാനൊന്ന് കാണട്ടെ. ദോശ ചുടുന്ന കോലായത്. പക്ഷെ വട്ടം വന്നിന്. പക്ഷെ ചുട്ടത് പൊതുവേ നമ്മൾ ഉഴുന്ന ദോശ ചുടുന്ന പോലെയല്ല ഏട്ടൻ എടുത്ത് ചുട്ടത്. അങ്ങനെ അച്ഛൻ പോയി. പിന്നെ അപ്പോഴത്തേക്ക് വേഗം ഏട്ടൻ മാറ്റി. പിന്നെ അത് കുറച്ച് തിരക്കെ ആയിപ്പോയാണ്. എനിക്ക് പിന്നെ പെട്ടെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ. അതിന് ഏട്ടൻ ഡ്രസ്സൊക്കെ മാറ്റി ടാറ്റയൊക്കെ പറഞ്ഞു. രാവിലത്തെ ഒരു പതിവായത്. ഇതുപോലെ ഇങ്ങനെ വണ്ടിയിൽ അവിടെ കയറിയിരുന്ന് മെയിൻ റോഡ് വരെ മുറ്റത്തോട്ട് വരെ ഇങ്ങനെ ഇവളെ വണ്ടിയിൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ടു. ഏട്ടൻ പോയപ്പോൾ പിന്നെ സങ്കടത്തിൽ മൂപ്പറ് കരച്ചിലാണ്. അയ്യോ അച്ഛൻ പോയി എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരച്ചിലും മറ്റൊക്കെയായിരുന്നു. പിന്നെ കരയേണ്ട, നമുക്ക് റോക്കിനെ കാണാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ റോക്കിനെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഏട്ടൻ ഇറങ്ങിയോടെ കുളിച്ച് മാറ്റി റെഡിയായി നിന്നു. അപ്പോഴത്തേക്ക് വല്യമ്മേൻ്റെ മോൻ വന്നു. ഓൻ കൂട്ടി നമ്മൾ എയർപോർട്ടിലേക്ക് പോവാന്ന് അവരെ കൂട്ടാൻ വേണ്ടിയിട്ട്. അമ്മമ്മേനെയും അമ്മായിനെയും മക്കളെയും കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കാറിൽ വണ്ടി വെച്ചാട് പെട്ടെന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ വീണുപോയി. സൈഡിൽ ഇങ്ങനെ ചാരി വെച്ചെടുത്ത് വീണുപോയി. അങ്ങനെ നമ്മൾ വണ്ടി
എടുത്തങ്ങനെ മെല്ലെ നമ്മളെ വീടിൻ്റെ സൈഡ് വഴി ഒരു വഴിയുണ്ട്, അതുവഴി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എയർപോർട്ടിൽ എത്താനുള്ള നമുക്ക് ടൗണിൽ ടച്ച് ചെയ്യാണ്ട് വേഗം എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ആ വഴി അങ്ങനെ പോവുമായിരുന്നു. അപ്പം രണ്ടുപേർക്കും വലിയ ധാരണയില്ലായിരുന്നു. പിന്നെ അങ്ങനെ ചോദിച്ച് അങ്ങനെ പോയി. അറിയാൻ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും അത്ര വലിയ ഓർമ്മയില്ല. പിന്നെ 2 വീലറിലൊക്കെയല്ലേ പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ സമയത്ത് പിന്നെ ഏട്ടനല്ലേ ഓടിക്കുക. അപ്പം ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഓനും കുറേ ആയി പോയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഓനും വലിയ ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ആരോടൊക്കെയോ ചോദിച്ച അവസാനം നമ്മൾ എയർപോർട്ടിലെത്തിയപ്പം മാമൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ മാമൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അമ്മായി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി ഇവിടെ ഉള്ളിലെത്തിയിട്ടുണ്ട്, വണ്ടി ഇവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ സൈഡിൽ തന്നെ വെച്ചു. പിന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞു ആയില്ല, അവർ പുറത്തിറങ്ങട്ടെ എന്നിട്ട് വെച്ചാൽ എന്നിട്ട് ഓനപ്പാട് വേഗം വണ്ടി വെക്കും. ഇതാണ് രണ്ടാമത്തെ മാമൻ്റെ ഭാര്യ, ഇത് മധു എന്ന് പറയുന്ന മാമൻ്റെ ഭാര്യയാണ്. അപ്പം അമ്മായി അവിടെ എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം അമ്മായി അവിടെ കാണാൻ വന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ ഓക്ക് ബോറടിച്ചപ്പോൾ ഓളെയും കുട്ടിയെ ഓനിങ്ങനെ നടക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പിന്നെ ഓളെ കളിപ്പിക്കാൻ തുടങ്ങി. മോള് പിന്നെ വലിയ പരിചയക്കുറവൊന്നും എല്ലായിടത്തും കാണിക്കില്ല. പിന്നെ ഇവരൊക്കെ എപ്പോഴും ഇടക്കിടക്ക് കാണുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വലിയ ഇതൊന്നും കണ്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം അതാ അമ്മായി കുഞ്ഞുനെയും കുട്ടി മുന്നിൽ വരുന്നുണ്ട്. അമ്മമ്മേനെ ഇങ്ങനെ കാത്തിരിക്കുക. നമ്മൾ അമ്മമ്മേനെ കണ്ടില്ല. ബാക്കിൽ നോക്കുമ്പോൾ അമ്മമ്മേൻ്റെ വണ്ടി ഇങ്ങനെ ബാഗ് ലഗേജൊക്കെ എടുത്തു വരുന്ന ബാഗ് ചെറുങ്ങനെ ഒന്ന് സൈഡ് ചെരിഞ്ഞ് വിട്ടുണ്ടായി. അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള പാസഞ്ചേഴ്സിൽ 1-2 പേര് എന്നെ അമ്മമ്മേനെ സഹായിച്ചു. പുറത്തേക്ക് വണ്ടിയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ 4 പേരും കൂടെ വരുത്താന്ന്. പാവം കുറേ സമയം അവിടെ ഉള്ളിൽ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അമ്മമ്മക്കാണെങ്കിലും മുട്ടുവേനൊക്കെ ഉണ്ടായിരുന്നു, ക്ഷീണം പിടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ വരുന്ന വഴിക്ക്. അപ്പം മോളെ കണ്ട സന്തോഷമായിരുന്നു. അപ്പം അമ്മമ്മക്കായാലും അമ്മായിക്കായാലും മക്കൾക്കായാലും മക്കൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഓളും അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ പുറത്തൊക്കെ എത്തി. പിന്നെ നമ്മൾ ഒരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഒരുപാട് ലഗേജ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ 2 വണ്ടിയിലായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ അപ്പൂൻ്റെ വണ്ടിയിൽ അമ്മമ്മയും കുഞ്ഞു അമ്മായിയും പിന്നെ കുറച്ച് ലഗേജ് കാര്യങ്ങൾ അതിൽ കൊണ്ടുപോയി. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ വിബിയാട്ടിൻ്റെ വണ്ടിയിൽ കയറ്റി. അങ്ങനെ നമ്മൾ ഈ വണ്ടി കയറാം. ഞാൻ ഇതിൽ കയറാന്ന് പറഞ്ഞപ്പോൾ സാത്ത് പറഞ്ഞു ആവേൻ്റെ ഇതിലേച്ചിൻ്റെ പുറം കയറാന്നിട്ട് ഓനും വന്നു. ഇത് കണ്ട മോളും പിന്നെ അവനെ കണ്ടപ്പോൾ പിന്നെ കെട്ടിപ്പിടുത്തോ കൊടുക്കലോ തോളത്തുനിന്ന് ഇറങ്ങാത്ത കളിയായിരുന്നു. കാരണം ഏട്ടാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഓനെ തോണ്ടി ഓനിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഓനിങ്ങനെ തിരിച്ചിങ്ങനെ പിടിക്കുക, അവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ ഓരോരിക്കലും ഏട്ടനെ അടുത്ത് ആവേന്ന് ചോദിക്കുമ്പോൾ പിന്നെയും ഓനെ തോണ്ടി നോക്കൂ, ഏട്ട ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏട്ടനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓനും അങ്ങനെ തന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇങ്ങനെ വീഡിയോ തന്നെ നോക്കിയിരുന്നു. അവളാണ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ വരുന്ന വഴിക്ക് അവർ രാവിലെ 5:30 അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറി. ഞാനും അപ്പവും വിബിയാട്ടനൊക്കെ കഴിച്ചതാണ്. പിന്നെ അവർക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇരുന്നു. സൈഡ് ഒരാൾ ഇരുന്നിട്ട് കണ്ട ദോശ ഒറ്റക്ക് വാരിത്തുന്ന അമ്മേൻ്റെ മണ്ടി ഇരുന്നിട്ട് മോള് അങ്ങനെ ഒറ്റക്കൊക്കെ വാരിത്തുന്നതൊക്കെ പഠിച്ചു. അങ്ങനെ അവസാനം നമ്മൾ വീട്ടിലെത്തി. അവിടെ പിന്നെ അമ്മയോ സൂര്യയോ അനിയത്തിയും കാത്തുക്കുന്നുണ്ടായിരുന്നു. അവരവിടെ തലേന്നേ ഉണ്ടായിരുന്നു വീട് വൃത്തിയാക്കാനും പിടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. വലിയമ്മയൊക്കെ കൂടിയിട്ടായിരുന്നു വീടും കാര്യങ്ങളും. 2 മാസമായില്ലേ പൂട്ടിയിട്ട് ഒക്കെ വൃത്തിയാക്കി. പിന്നെ അവരവിടെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളെ കണ്ട സന്തോഷത്തിലായിരുന്നു അമ്മയായാലും സൂര്യ ആയാലും. വീട്ടിൽ വന്ന് കയറിയപ്പോൾ പിന്നെ നമ്മളെ പരിപാടി അങ്ങ് തുടങ്ങി. ഞാൻ പിന്നെ ഏട്ടൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം രാത്രി ഏട്ടൻ വന്ന് മക്കളെയും കൂടെ കണ്ട് നമ്മൾ രാത്രിക്ക് മടങ്ങാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ പിന്നെ നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. രാത്രിയപ്പോൾ പിന്നെ ഏട്ടൻ വന്നു. നല്ല മോനാണേ.